മൂല്യത്തോടുകൂടി അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 14-ാം സങ്കീർത്തനം. ഇതേ തന്നെ 53-ാം സങ്കീർത്തനത്തിലും ദാവീദ് എഴുതിയിട്ടുണ്ട്, ഇതേ ഭാഗങ്ങൾ തന്നെ. പക്ഷേ അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് എഴുതിയിരിക്കുന്നതെന്ന് മാത്രം. 53-ാം സങ്കീർത്തനത്തിലും 14-ാം സങ്കീർത്തനത്തിലും ഇതേ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ദാവീദ് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ വലിയ ഒരു രഹസ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ 14-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കി, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛം പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഈ ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിചാരം ഇത് മറ്റാരെയോ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്, നമ്മളെ കുറിച്ച് ആരെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമല്ല. എന്നാൽ നോക്കിയേ, നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് നമ്മോടുള്ള പ്രബോധന സങ്കീർത്തനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശരിയാൽ കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഭാഗങ്ങൾ ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് അറിയാമോ, കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ യഥാർത്ഥത്തിൽ ആ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിയുന്നില്ല. അവർ യഥാർത്ഥത്തിൽ ആ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. അതിന് പകരമായിട്ട് അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് അവർ നോക്കുമ്പോൾ അവരെ ആകർഷിക്കുന്ന അനേകം കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ഇവർ ദൈവത്തെക്കാൾ ഉപരിയായി ലോകത്തെ സ്നേഹിക്കുകയും ആ ലോകത്തിന്റെ പുറകെ പോകുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് വിശേഷിച്ചാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം ഇന്ന് ഈ പകൽക്കാലം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ, ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ ഓരോരുത്തരെയും ദൈവം കണ്ടു. ആ കാലത്തിന്റെ തികവിങ്കൽ ഇന്ന മാതാപിതാക്കൾക്ക് നിങ്ങൾ മക്കളായി ജനിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരം നിങ്ങൾ ജനിക്കുകയും അതിപ്രകാരമാണ് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ദൈവം കൂട്ടിവരുത്തിയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ ഇരിക്കുമ്പോൾ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരണം എന്താ, ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ ഗാനങ്ങളോ അല്ലെങ്കിൽ ദൈവിക ഗാനങ്ങളോ പ്രാർത്ഥനാ ശകലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത് മുഖേന ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുവാനായിട്ട് ഇടയായിത്തരും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ആ വീണ്ടും ജനന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തരും. ആദാം ചെയ്ത പാപത്തിന്റെ ഫലമായി എന്റെ ആത്മാവ് മരിച്ചിരിക്കുകയായിരുന്നു. ആദാം ചെയ്ത പാപത്തിന്റെ ഫലമായി ഞാൻ ആ ജീവനുള്ള ആത്മാവുമായി ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്റെ ഹൃദയം കഠിനമായിരുന്നു, എനിക്ക് ദൈവോധനമൊന്നും ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ വീണ്ടും ഞാൻ അനുഭവം എന്നിൽ സംഭവിക്കുമ്പോൾ എന്റെ ആത്മാവ് ജീവൻ പ്രാപിക്കുകയും എന്റെ ആ ഹൃദയം പാടെ മാറി മാംസമായ ഹൃദയം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഹൃദയം പോലെ എന്റെ ഹൃദയം തുറന്നു ദൈവവചനം എന്റെ ഉള്ളിലേക്ക് കയറുവാൻ ഇടയായിത്തീർന്നു. ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ മഹത് പ്രവൃത്തികളാണെന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നോക്കി, നാം പ്രാർത്ഥനയ്ക്കായിട്ട് പലപ്പോഴും പലരോടൊന്നും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ നാം മാതാപിതാക്കളോട് മറ്റാരോടും പറയുമ്പോൾ, കുഞ്ഞെ നീ പ്രാർത്ഥിക്ക് എന്നാ പറയുന്നത്. ഒന്നോട് തെളിച്ച് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മോട് വന്ന് പറയും, പപ്പ എനിക്ക് ഇത് വേണം, പപ്പ എനിക്ക് അത് വേണം എന്ന് പറയുമ്പോൾ, മോളെ ഇതേ പൈസ ഒന്നുമില്ല, നീ പ്രാർത്ഥിക്ക്, ദൈവം തരും. കുഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. കുഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ദിവസങ്ങളായി, മാസങ്ങളായി, ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങളായി കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊന്നും ഫലമൊന്നും കിട്ടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഫലം കിട്ടുന്നുണ്ടോ? അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ ഇപ്പൊ അംബാനിയോ അദാനിയോ ഒക്കെ ആയി മാറിയനെ. അങ്ങനെയൊന്നും ദൈവം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി തരില്ലെന്നേ. ദൈവം ഒരു പിതാവാകിയാൽ അല്ലെങ്കിൽ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാകിയാൽ മക്കൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് പിതാവിന് അറിയാം. അല്ലെങ്കിൽ എന്റെ മകൻ ഇത് ലഭിച്ചാൽ എന്താകും അവന്റെ അവസ്ഥയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം ഓരോ കാര്യങ്ങളും നമുക്ക് നൽകുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ലഭിക്കാൻ വരുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഒരു അവിശ്വാസം എന്നുള്ള ഒരു വലിയ പാപം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവിക വിശ്വാസം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇതുപോലെയുള്ള ഓരോ ദൈവിക കാര്യങ്ങളും ദൈവവചനത്തിന് അടിസ്ഥാനമായി നാം ചെയ്തില്ല എങ്കിൽ, ഈ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നാം ചെയ്തില്ല എങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ശോധന ചെയ്യുകയും അവരുടെ ജ്ഞാനം നമ്മളെക്കാൾ വലുതാകിയാൽ അവരെ ലോകവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലുതാണ് അപ്പുറത്തുള്ളതെന്ന് കരുതി അവർ അങ്ങോട്ട് പോകുവാൻ
നാം മടങ്ങി വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഈ ദൈവിക ഭാഗത്തേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. സ്തോത്രം. ആരാ പറയുന്നേ? മൂഢൻ. വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തവനോ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ മൂഢൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ ദൈവിക പദ്ധതികൾക്ക് വിപരീതമായി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് മൂഢൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തന്നെ ഒരുക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു വ്യക്തിയെയാണ് മൂഢൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾക്ക് നാം വിധേയരായില്ല എങ്കിൽ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ദൈവം നമ്മെ ഈ ഭൂമുഖത്താക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചർച്ചിലാക്കിയിരിക്കുമ്പോൾ ഈ ഭവനത്തിലാക്കിയിരിക്കുമ്പോൾ ഈ സ്കൂളിലാക്കിയിരിക്കുമ്പോൾ ഈ കോളേജുകളിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് നാം തയ്യാറാണ്. അങ്ങനെ തയ്യാറാകണമെങ്കിൽ ഞാനും ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. ഇല്ലാതെ നമ്മുടെ സ്വയത്തിൽ നാം എന്ത് ചെയ്താലും അത് നമുക്ക് വേദനയായേ മാറുകയുള്ളൂ, അത് നമുക്ക് ഭാരമായി മാറുകയുള്ളൂ. നിങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ പറ്റുമോ? നിങ്ങൾ വേദനയോടുകൂടെ അത് മനസ്സിലാക്കി മടങ്ങി വരുവാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ ദൈവത്തോടൊപ്പം ദൈവഹിതപ്രകാരം ദൈവം അയക്കുന്ന പോലെ നിങ്ങളൊന്ന് ആനന്ദിച്ച് തുള്ളിച്ചാടി സന്തോഷത്തോടുകൂടെ ഇനിയും പോകണമെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടെ നിങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കാറുണ്ട്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടല്ലേ ഞാൻ രക്ഷിക്കപ്പെട്ടത്, അല്ലെ? ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന്. പക്ഷേ അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം വിശ്വസിക്കുവാൻ യോഗ്യനാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഞാൻ എന്റെ ഈ ദൈവദാസനെ ഒരു 1,00,000 രൂപ കൊടുത്തു എന്നിരിക്കട്ടെ. ആ ദൈവദാസൻ എനിക്ക് കൃത്യസമയത്ത് പറഞ്ഞതുപോലെ തന്നെ മടക്കി തരുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുമോ? ഞാൻ വിശ്വസിക്കും അദ്ദേഹത്തെ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിന് യോഗ്യനായ ഒരുവൻ മാത്രമെന്ന് യഥാർത്ഥമായി തെളിയിച്ചുകൊണ്ടാണ് നമ്മെ ഈ വിശ്വാസത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക്, ദൈവ പൈതങ്ങളായ ഓരോ വ്യക്തികളെയും നടത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം അത് എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ ആ നങ്കൂരം തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടന്നു ചെന്നിരിക്കുന്നതാണ്. അഥവാ ആ വിശ്വാസത്തിന്റെ പ്രത്യാശയും ആ സ്നേഹവും എന്നുള്ള ആ നങ്കൂരം അതിനുള്ളിലേക്ക് കടന്നു ചെന്ന് ആ തിരശ്ശീലയ്ക്ക് അകത്താരാള് അവിടെയാണ് കൃപാസനം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയാണുള്ളത്. അവിടെയാണ് ആ നങ്കൂരം ഉറച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ആ ദൈവം തന്നെ ആ നങ്കൂരത്തിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുലുങ്ങാതെ ഇന്നും നിൽക്കുന്നത്. സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പതറിപ്പോകുമായിരുന്നു, വീട് പോകാമായിരുന്നു. എത്രയോ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. എന്നിട്ട് വീടാതെ നിർത്തിയിരിക്കുന്നത് വലിയവനായ തമ്പുരാനാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുവാനായിട്ട്. ഈ ദൈവപൈതലായിത്തീരുമ്പോൾ നമുക്കെന്താ സംഭവിക്കുന്നത്? ദൈവപൈതലായിത്തീരുമ്പോൾ നമുക്കെന്താ സംഭവിക്കുന്നത്? ദൈവപൈതലായിത്തീരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നാം ജീവനുള്ളവരായിത്തീരും. സ്തോത്രം. ജീവനുള്ളവരായ ഓരോ വ്യക്തികളും തീരുമാനമായിട്ടിടയായിത്തീരും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സ്തോത്രം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ജോൺസൺ ചാൻ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്താ പറയുക? അല്ലേ? ജീവനുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഞാൻ ജീവനുള്ളവരാണെന്ന് പറയുകയാണ്. സ്തോത്രം. ഇതാണ് നാം മനസ്സിലാക്കേണ്ട സത്യം. ദൈവിക സത്യങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ ആത്മാവ്, എന്റെ ആത്മാവ് അതിനോട് ചേർന്നാണ് ഞാൻ കത്തുന്നത്. അപ്പോ എന്നെ അടയ്ക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ആ പരിശുദ്ധാത്മാവിനാൽ ഞാൻ എപ്പോഴും ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈ ജീവനാണ് വ്യാപരിക്കുന്നത്. ഇങ്ങനെ ജീവനുള്ളവരായിട്ടിരിക്കുവാനായിട്ടാണ് ഒരുവനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്.
സാധിക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദിനം പ്രതി നമ്മെ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൽ ഈ പാപമില്ലായിരുന്നു എന്നൊക്കെ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ജഡത്തിലല്ലേ ജനിച്ചത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വചനം എന്താ തീർന്നത്? വചനം ജഡമായി തീർന്നു. ആ ജഡത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു വസിക്കുവാനായിട്ട് വരുന്നത്. പാപമില്ലാത്ത പരിശുദ്ധനായ വലിയവനായ തമ്പുരാൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഇന്ന് ഈ പാൽക്കാലം ഓർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. അവർ വർഷവന്മാരായി പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനാരുമില്ല. ചുറ്റുപാട് കാണുന്നതൊന്നും നോക്കിയാണ് ആരെ കാണുവാൻ സാധിക്കാതെ ഇരിക്കുന്നു. അയ്യോ, അവര് മാതൃകയല്ലല്ലോ, ഇവര് മാതൃകയല്ലല്ലോ, അവരങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ. ആരെയും നോക്കുവാനല്ല എന്ന പോലെ കാലം ദൈവവചനം പറയുന്നത്. നമുക്ക് ജീവിക്കുവാൻ കഴിയും. സ്തോത്രം. നമുക്ക് ജീവിക്കുവാൻ കഴിയും, നമുക്ക് നിൽക്കുവാൻ കഴിയും. സ്തോത്രം. ചിലപ്പോ മാതാപിതാക്കൾ പറയുമ്പോഴും മറ്റുള്ളവർ പറയുമ്പോഴും ഒരു ദിവസം കൂടെ അവർക്ക് മാറട്ടെ, ഞാൻ അത് കഴിഞ്ഞിട്ട് ദൈവത്തെ സേവിക്കാം. ഒരു ദിവസം കൂടെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തെ പിന്തുടരാം. ഒരു ദിവസം കൂടെ കഴിയട്ടെ, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് ഞാൻ ദൈവത്തിന് പുറകെ പോകാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മളെ എത്ര നാളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു നമുക്കറിയുവാനായിട്ട് കഴിയില്ല. ഞാനത് പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത വെറും മനുഷ്യരാണ്. അടുത്ത കണ്ണടച്ച് തുറക്കുന്ന അടുത്ത സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത വെറും മനുഷ്യരാണ് നമ്മൾ. അങ്ങനെയുള്ള മനുഷ്യരായ നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ നാം മറുതലിച്ച് നിൽക്കാതെ അതിന് വിധേയരാകുവാനായിട്ട് ഇന്ന് പോൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയായിട്ട്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച് എന്താ പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. സ്തോത്രം. നമ്മളൊക്കെ ബുദ്ധിമാനുള്ള പദവിയിലേക്ക് കടന്നത്, ആ പദവിയിലേക്ക് കയറിയത് നമ്മുടെ ആരുടെയും ഒരു കൃപയും കൊണ്ടല്ല, ഒരു മഹത്വം കൊണ്ടല്ല, നമ്മുടെ യോഗ്യതകൾ കൊണ്ടൊന്നുമല്ല. ദൈവം കൊണ്ടാണ്, വലിയ കരുണ കൊണ്ടാണ്, വലിയ കൃപ കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ സ്ഥാനത്ത് ആയിരിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഞാൻ ഓരോ വ്യക്തി ജീവിതങ്ങളോട് പറയട്ടെ, നമ്മെ വിരുദ്ധ തെറ്റിക്കുവാൻ അല്ലെങ്കിൽ ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കുവാൻ, ഈ ദൈവവചനത്തിൽ നിന്ന് മാറ്റുവാൻ ഇന്ന് ലോകത്തിൽ അനേക മേഖലകളിൽ നമ്മുടെ ചുറ്റുപാടുണ്ട്. നിങ്ങളൊന്ന് നോക്കി, കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയാമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ദൈവവചനത്തിൽ അത് യഥാർത്ഥമായി എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും പലപ്പോഴും അതിനെ വിശ്വസിക്കാതെ, ഈ ദൈവവചനത്തെ വിശ്വസിക്കാതെ നാം പലപ്പോഴും അതിലേക്ക്, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ വാക്കുകളിലേക്ക്, പ്രസ്ഥാനങ്ങളുടെ വാക്കുകളിലേക്ക് മാറിപ്പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. അതിൽ നിന്ന് മടങ്ങി വരേണ്ട സമയമായി. കാരണം എന്താണെന്നറിയാമോ? വീണ്ടുജന്മം പ്രാപിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, ആ വീണ്ടുജന്മ അനുഭവം നടക്കുമ്പോൾ, ദൈവവചനവും മറ്റുമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യം, പിതാവായ ദൈവം ആകർഷിച്ചിട്ടാണ് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്കെന്നൊരു പാപബോധം നൽകുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണെന്നുള്ള ബോധ്യം ലഭിക്കുകയാണ്. ആ ദൈവത്തെ അറിയുന്ന ആർക്കും ഉണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തോന്നുന്നു, ദൈവത്തെ അറിയിക്കുവാൻ ആര് ശ്രമിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുവാൻ ആര് ശ്രമിക്കുന്നു, അവരുടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സത്യമാണ്, ഞാനാണ് ഏറ്റവും വലിയ പാപി, ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാനാണെന്നുള്ളൊരു ബോധ്യം. യെശയ്യാ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ മുഴുവൻ ഇസ്രായേൽ മക്കളെ വഴക്ക് പറയുകയാണ്. 3-ാം അധ്യായത്തിൽ ഉയർത്തും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദൈവത്തെ കണ്ടപ്പോൾ മുതൽ നെടുമ്പാലങ്ങൾ നിലവിളിയാണ്, അയ്യോ, ഇതുപോലെ എന്നെ പോലെ അരിഷ്ടനായ ഒരു മനുഷ്യൻ വേറെയില്ല. സ്തോത്രം. യാഗപീഠത്തിന്റെ കനലുകളെ കൊണ്ട് തന്റെ നാവിനെ തൊടേണ്ടി വന്ന ദൈവത്തിന് പിന്നീടുള്ള അങ്ങോട്ടുള്ള ശുശ്രൂഷകൾക്കായിരിക്കും. ഇതുപോലെയാണ് ഓരോ വ്യക്തി ജീവിതങ്ങളും. ദൈവത്തെ അറിഞ്ഞ പൗലോസിനെ നോക്കി, പൗലോസ് ദൈവത്തെ അറിയും തോറും ഈ പാപികളിൽ ഞാനാണ് ഏറ്റവും വലിയവനെന്നൊരു ബോധ്യമാണ്.
പൗലോസൊക്കെ ആ ആ ആ ഭാഗങ്ങളിലൊക്കെ എഴുതി വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഈ നശ്വരമായ ജഡത്തിൽ നിന്ന് എന്നെ ആർ രക്ഷിക്കും? എനിക്ക് വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് ഏറെ ഇഷ്ടമെന്നാണ് പറയുന്നത്. സ്തോത്രം. ഇതാണ് ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഞാനാണ് ഏറ്റവും വലിയ പാപി. എന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകുന്നത്. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. അതായത് മറ്റുള്ളവരെല്ലാം ശ്രേഷ്ഠരാണെന്നുള്ള ബോധ്യവും ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നുള്ള ബോധ്യവും. ഇതാണ് ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 16-9 വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 16-9 വാക്യം. അതെ, അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യയായിരിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. എന്താ പാപം എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താ പാപം എന്നാ ഇപ്പൊ വായിച്ചത്? അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെ കുറിച്ചുള്ള ബോധ്യം. ഏറ്റവും വലിയൊരു പാപമാണിത്, അവിശ്വാസം എന്ന പാപം. അറിഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, ജീവനെ കണ്ടുകൊണ്ടിട്ട് വിശ്വസിക്കുന്നില്ല, ജീവനെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ട് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ മറ്റു പലരിലേക്കും നമ്മുടെ തലമുറകൾ ആകർഷിക്കപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, അവിശ്വാസം എന്നുള്ള ആ വലിയ പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തും. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുന്നത്. ദിനം പ്രതി നിമിഷം പ്രതി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ദൈവത്തിൽ വിശ്വസിക്കായിക്കൊണ്ട് പാപത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തി തരുന്നു. സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവജനങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് വിശ്വാസത്തിന് യോഗ്യനായ ഒരുവൻ നമുക്കുണ്ട്. വിശ്വസിക്കുവാൻ തക്ക യോഗ്യതയുള്ളവൻ. സ്തോത്രം. ഒരു മഹാപുരോഹിതന്റെ 2 പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പഴയ നിയമകാലങ്ങളിൽ മഹാപുരോഹിതന്റെ 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് യാഗമർപ്പിക്കുക, 2 മനുഷ്യനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുക. സ്തോത്രം. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം വളരെ ധൈര്യത്തോടുകൂടെ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നിരിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി ഏക യാഗം അർപ്പിച്ചൊരു പുരോഹിതനുണ്ട്. സ്തോത്രം. സ്വന്തം രക്തത്താൽ പിതാവിന്റെ അരികിലേക്ക് കടന്നുപോയി നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു പുരോഹിതൻ നമുക്കുണ്ട്. സ്തോത്രം. ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മാത്രമോ ആ പുരോഹിതൻ അത് മാത്രം ചെയ്ത് നിർത്തുകയല്ല ചെയ്തത്. ഇന്നും ഈ നിമിഷവും ഉയരത്തിൽ പിതാവിന്റെ വലത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. സ്തോത്രം. സ്തോത്രം. എത്ര മഹത്വപ്പെടുത്തിയാലാ മതിയാകുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥനകളുടെ രീതികളൊക്കെ മാറട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി, ദൈവമേ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ യഥാർത്ഥമായി അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. മാത്രമല്ല, നമ്മുടെ ആ ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ആ അകത്ത മനുഷ്യരുണ്ടല്ലോ, നമുക്ക് ശക്തിപ്പെടട്ടെ. പലപ്പോഴും വീണ് പോകുന്നു, തളർന്നു പോകുന്നു, വാടി കൊടിഞ്ഞൊരു മൂലക്കിരിക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ആ അവസ്ഥ മാറട്ടെ. ആ അവസ്ഥ മാറി ശക്തിയോടെ ബലത്തോടെ ദൈവത്തിന് നിൽക്കത്തക്കണം, അനേക മധ്യ നിൽക്കുവാൻ തക്കണം, ഉപയോഗിക്കപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുവാനിടയായിരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വർദ്ധിക്കും തോറും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നാം നടക്കുവാൻ തുടങ്ങും തോറും, അല്ലെങ്കിൽ ദൈവവചനത്തിന് അനുസൃതമായി ആ ജീവനിൽ നാം നടക്കുവാൻ തുടങ്ങും തോറും യഥാർത്ഥ ദൈവവചനെ ലോകം കാണാൻ തുടങ്ങും. ഇതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിലും ആക്കിയിരിക്കുന്നത്. സ്തോത്രം. ദൈവിക പദ്ധതികൾ എത്രയോ വലുതാണ്, നാം മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ
എന്റെ കുടുംബമായിട്ട് സംസാരിച്ചുകൊണ്ട് പോയ വഴിക്ക് ദൈവത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു. അവിചാരിതമായിട്ടാണ് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല കേട്ടോ. അവിചാരിതമായിട്ട് ഇങ്ങനെ പറഞ്ഞതല്ലോ. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓ കേട്ടോ അവരെപ്പോഴും ദൈവവചനം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. ഞങ്ങൾക്ക് ആ ഒരു അവസരത്തിൽ ദൈവ അങ്ങനെ അവസരം ഒരുക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഈ സഭയോട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ദൈവത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വാക്കുകൊണ്ട് ഭൂമിയെയും ഭൂമണ്ഡലത്തിലെ സകലത്തെയും സൃഷ്ടിച്ച ദൈവം, മനുഷ്യരെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞ ദൈവം, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കി നോക്കുന്ന ദൈവം, ഭൂമിയിലെ സകല പൂഴിയെയും ഉള്ളം കയ്യിൽ വഹിക്കുവാൻ കഴിയുന്ന ദൈവം, ആകാശത്തിന് അളവെടുക്കുന്ന ദൈവം. സ്തോത്രം. ഇതൊക്കെ പ്രവാചകന്മാരുടെ ചിന്തയിൽ ഒതുങ്ങുന്നതിലേക്ക് ഒതുക്കിയിട്ടാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. സമുദ്രത്തിലെ സകല ജലവും ഉള്ളം കയ്യിൽ വഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ഈ ദൈവത്തെയാണ് നമുക്ക് രക്ഷകനും പിതാവും സുഹൃത്തും ഒക്കെ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. എത്ര വലിയ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തെ ദൈവമായി ഓർത്ത് മഹത്വീകരിക്കുവാൻ തുടങ്ങിയാൽ പിന്നീട് നമുക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല. ഒരിടത്ത് പോലും അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല. കാരണം എന്താ? ദൈവം ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കുവാൻ തക്കോണം കാട്ടിയത് അത്രമാത്രം വലിയ സ്നേഹമാണ്. എന്താ സ്നേഹം? ഇതേ ദൈവം തന്നെ തന്റെ സൃഷ്ടിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ലാതിരുന്നപ്പോൾ, രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വന്ന ദൈവം എന്താ ചെയ്തത്? എന്റെ സകല പാപത്തെയും വഹിച്ചുകൊണ്ട്, എന്റെ സകല മരണത്തെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരക്കാരനായിട്ട് മാറുകയാണ്. അഥവാ ഞാൻ മരിക്കേണ്ട ആ സ്ഥാനത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുകയാണ്. സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത്. ഈ സ്നേഹത്താലാണ് നാം ഓരോരുത്തരും ഇന്ന് പോയക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പോയക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ രീതികൾ മാറട്ടെ. നമ്മുടെ ദൈവവചന ധ്യാനം മാറട്ടെ. യഥാർത്ഥമായി ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്? മറ്റുള്ളവരോട് പറയാനല്ല, എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഇത് നാം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയാക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സഭകൾ, നമ്മുടേതായ കുടുംബങ്ങളും ഒക്കെ വലിയ മാറ്റത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാക്കും. ആ മാറ്റം ഈ ദേശത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയാക്കും. അത് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ പ്രബോധം